മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോ ബീഹാർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സർട്ടിഫിക്കറ്റ് വിതരണത്തിനിടെ വനിതാ ഡോക്ടറുടെ ഹിജാബ് വലിച്ചൂരി എന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ തലമറയ്ക്കുന്നത്, ഈ നിക്കാബ് എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നിക്കാബാണ് ഈ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്ന് വലിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമൊക്കെ രംഗത്തെത്തിയിട്ട് ബീഹാർ മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ എന്നാണ് വിളിച്ചു പറയുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിനെതിരെ വലിയ രീതിയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സുഡാപ്പികൾ ഒരു ഭാഗത്ത് ഉറഞ്ഞു തുള്ളി ഈ രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരം കുറച്ച് ആളുകളുടെ തെളിവ് സഹിതം കുറച്ച് കമന്റുകളൊക്കെ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. നമ്മൾ നിരന്തരം പറയാറുണ്ടല്ലോ, കഴിഞ്ഞ സുന്നിയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. പാകിസ്ഥാൻകാരനായിട്ടുള്ള 24-കാരനാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വലിയ രീതിയിൽ ലാഘവത്തോട് കൂടിയിട്ട് ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതേ രീതിയിലുള്ള പലസ്തീൻ അനുകൂലികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഭയന്നിട്ട് അടങ്ങി നടക്കുകയാണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതേ ശൈലിയിലുള്ള അതേ തീവ്രതയിലുള്ള കുറച്ച് ആളുകളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്നു കാണിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഈ ഹിജാബ് ഈ നിക്കാബ് വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി, അതായത് ഈ നിതീഷ് കുമാറിന്റെ സെക്യൂരിറ്റി അങ്ങേയറ്റത്തെ പരാജയമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്തിനാണ് മുഖം പോലും ഇല്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത സ്ത്രീകളെയൊക്കെ കടത്തിവിടുന്നത്? ആരാണെങ്കിലും മുഖം മറച്ചുകൊണ്ട് എന്തിനാണ്? ഒരു പ്രത്യേകമായിട്ട് അസുഖമോ കാര്യങ്ങളോ അല്ലാതെ പ്രത്യേകമായിട്ട് അനാവശ്യമായിട്ട് ഒരു മതമെന്ന് ഉയർത്തിപ്പിടിച്ച് വരുന്ന ആളുകളെ എന്തിനാണ് സെക്യൂരിറ്റി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്? ഇതൊരു വനിതാ ഡോക്ടർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ലേ, ചെങ്കോട്ടയ്ക്ക് സമീപം, നമ്മുടെ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ഡോക്ടർ പൊട്ടിത്തെറിച്ചിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. നിരവധി ഡോക്ടർമാരെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടിച്ച് തീഹാറിൽ തള്ളിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് ചില ഡോക്ടർമാര് പൊട്ടിത്തെറിച്ചിട്ടുള്ള, ചില ഡോക്ടർമാരെ ജയിലിൽ അടച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ സന്ദർഭത്തിൽ എന്തിനാണ് മുഖം മറച്ചു വരുന്ന ഒരു വനിതാ ഡോക്ടറെയൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിക്കുന്നത്? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒരു സ്ത്രീ അല്ലേ വന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യമൊക്കെ അറിയുന്ന നമ്മുടെ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എന്തിനാണ് മുഖം മറയ്ക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ കടത്തിവിടുന്നത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി ഇനി എന്റെ അടുത്ത് വന്നിട്ടുള്ളത് ആരാണ് എന്ന് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇപ്പൊ ഇതിനെതിരെയാണല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ ചർച്ച നടത്തുന്നത്. വളരെ ലളിതമായിട്ടൊരു കാര്യം മുന്നോട്ട് വെക്കാനുള്ളത്, ഈ ആള് വേഷം മാറി വന്നിട്ട് ഒരു പുരുഷൻ ഇതേപോലെ ഡ്രസ് ഇട്ട് വന്നിട്ട് ഈ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതേ സുഡാപ്പികളും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും പറയില്ലേ, ഓ നിതീഷ് കുമാർ ഒരു പുരുഷന്, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരു പുരുഷന് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നും പറഞ്ഞ് ട്രോൾ ഉണ്ടാക്കാറ് നമ്മുടെ കേരളത്തിലെ ഇതേ പ്രമുഖ മാധ്യമങ്ങളും സുഡാപ്പികളും ഒക്കെ തന്നെയായിരിക്കില്ലേ? അതായത് ആരാണ് തൻ്റെ അടുത്ത് വന്നത്? അവരുടെ മുഖം കാണാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്ക് ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇനി ഇത് വലിച്ചതുമായി, അതായത് നിക്കാബ് വലിച്ചതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കോടതികളെ സമീപിക്കാം. ഇനി ഇതിനെ അനുകൂലിച്ച് ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ അതും സംസാരിക്കാം. സകലത്തിനും സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇവിടെ വ്യക്തമായിട്ട് കുറച്ച് ആളുകളെ മുന്നോട്ട് വെക്കാം. അതായത് സിഡ്നിയിൽ അതായത് പാകിസ്ഥാൻ ഭീകരൻ വെടിവെച്ച് കൊല ചെയ്തിട്ടുണ്ടല്ലോ, ഒരു 24-കാരൻ ഒരുപാട് ആളുകളെ വെടിവെപ്പ് നടത്തി കൊല ചെയ്തിട്ടുണ്ടല്ലോ. ആ 24-കാരനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ആദ്യത്തെ കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു യൂസുഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, കാലിലുള്ള ചെരുപ്പ് ഒരു മോന്തക്ക് അടിച്ചുകൂടായിരുന്നോ? ഒരു മുഖ്യമന്ത്രിയുടെ മോന്ത കടിച്ചുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്തിന്?
ഈ പറയുന്ന നിക്കാബിൽ വലിച്ചു മുഖം പോലും കാണാനുള്ള ആ ഒരു നിക്കാബിൽ തൊട്ടു എന്ന് പറഞ്ഞതിന് ഒരു മുഖ്യമന്ത്രി അങ്ങ് അടിക്കാനാ. ഇത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതല്ല. മറിച്ച് ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ അത് അതിൻ്റെതായ നടപടികൾ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ, അന്വേഷണ സംവിധാനങ്ങൾ, കോടതി സംവിധാനങ്ങൾ എടുത്തുകൊള്ളും. ഈ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങ് അടിച്ചുകൊള്ളുക എന്നുള്ളത്, അത് സിഡ്നിയിലെ 24-കാരന്റെ അതേ മനോഭാവമാണെന്ന് സകലരും തിരിച്ചറിയുക. അടുത്തതാണ് ഒരു സാജിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ പൊട്ടിക്കണ്ടായിരുന്നോ? എന്ത് പൊട്ടിത്തെറിക്കാനാണോ പറഞ്ഞത്, ഇനി അടിക്കാനാണോ പറഞ്ഞത് എന്നൊക്കെ ആർക്കറിയാം. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത്. സിഡ്നിയിൽ വെടിവെപ്പ് നടത്തിയിട്ടുള്ള 24-കാരനെ പോലെയുള്ള പലസ്തീൻ അനുകൂലികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരം ആളുകളാണ് ഈ വിളിച്ചു പറയുന്നത് ഒരു മുഖ്യമന്ത്രി അങ്ങ് പൊട്ടിക്കേണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിയാനാണോ ഇനി എന്താണ് പറഞ്ഞത് എന്ന് ഇവന് മാത്രമേ അറിയൂ. ഏതായാലും മുഖ്യമന്ത്രി അങ്ങ് ആക്രമിക്കാനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയാം. അടുത്ത കമന്റാണ്. ആഷിം എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്റെ കയ്യിൽ കിട്ടിയാൽ ബെൽറ്റൂരി അടിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞത്. വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഇത്തരം ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊന്നും പരാതി കൊടുക്കുക എന്ന് പറയാത്തത്? എന്താ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ തന്നെ കോടതിയെ സമീപിച്ച് പരാതിയൊക്കെ കൊടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള രാജ്യം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇവിടെയും ബെൽറ്റൂരി അടിക്കണം, പൊട്ടിക്കണം, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പൊട്ടിത്തെറി സാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരള പോലീസിന് മുന്നിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. മറ്റൊരു കമന്റ് കൂടിയുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, തെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതൊന്ന് വായിക്കാൻ എൻ്റെ മാന്യത എന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഒരു കമന്റ് കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകളുണ്ട്. രാജിവെക്കണം, മതേതര ഇന്ത്യയുടെ മതേതര കസേരയിൽ ഇരിക്കാൻ അവൻ അർഹതയില്ല, ഈ മതേതരമാണ് എന്നും അതേപോലെ സ്വാതന്ത്ര്യമുണ്ട്, ഡ്രസ്സ് ചോയ്സ് ആണ്, ഇത്തരം പറയുന്ന സകല ആളുകളോടും പറയാനുള്ളത് ശരിയാണ്. എല്ലാ മതങ്ങൾക്കും എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു തർക്കവും ഇല്ലാത്ത വിഷയം തന്നെയാണത്. എന്നാൽ ഓരോ മതങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട മതപണ്ഡിതന്മാർക്ക്, അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാര്, ആ മതവുമായി ബന്ധപ്പെട്ട പ്രത്യേക ഡ്രസ്സ് ധരിക്കുന്നതിലൊന്നും ഇവിടെ ഒരാൾക്കും ഒരു എതിർപ്പില്ല. അതേസമയം ഇന്ന മതത്തിലുള്ള എല്ലാ ആളുകളും മുഖം മറയ്ക്കണം, ഇന്ന ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് വസ്ത്രത്തിൽ പോലും മതം കലർത്തുന്നതിനെ എങ്ങനെയാണ് ഒരു മതേതര ഭാരതം അംഗീകരിക്കുക? ഈ മതേതരം പൊക്കിപ്പിടിക്കുന്ന സകലരോടും ചോദിക്കാനുള്ളതാ. അതായത് വസ്ത്രത്തിൽ മതം, ഭക്ഷണത്തിൽ മതം, ഇതെങ്ങനെയാണ് ഒരു മതേതര രാജ്യമാകുക? ഇവർ പറയുന്നത് പോലെ എങ്ങനെ ഒരു മതേതരം ഉയർത്തിപ്പിടിക്കാൻ പറ്റുക? ഇല്ല. ഇവർ കൃത്യമായിട്ടൊരു മതവൽക്കരണം, മതരാജ്യ ലക്ഷ്യമാണ് ഇവർക്ക്. നമ്മുടെ പൊതുസമൂഹത്തില് മതത്തിന്റെ പേരിൽ ഒരു വസ്ത്രം ധരിച്ച് ആളുകൾ ഇറങ്ങുന്നത് എന്തുകൊണ്ടാ? മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, ഞങ്ങളാണ് പ്രൗഡുള്ള ആളുകൾ, ഞങ്ങൾ ഇതെന്തോ വലിയ മറ്റേതാണ് എന്ന് പറയുന്നതിന് സമല്ലേ. ഞാനൊരു കാര്യം എടുത്തു പറയാം. ഓരോ തരത്തിലും ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ട് ഈ പർദ്ദക്കോ ഈ പറയുന്ന നിക്കാബിനോ ഒരു ബന്ധമില്ല. കാരണം ഒരു 30 വർഷത്തിന് പിറകോട്ട് പോയാൽ ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു ഡ്രസ്സില്ല. അതൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെയുള്ള ജിഹാദി, മൗദൂദി, സുഡാപ്പി, ഇത്തരം തീവ്ര ചിന്താഗതിക്കാർ കൃത്യമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ലോകം മൊത്തം വ്യാപിപ്പിച്ചൊരു സംവിധാനമാണ് ഈ മുഖം മറയ്ക്കലൊക്കെ. ഇതൊക്കെ തന്നെ സകലരും ആദ്യം പൊതുസമൂഹത്തിൽ മതത്തിന്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തുന്നതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പോരെ ഈ മതേതരത്വം പൊക്കിപ്പിടിക്കലും സ്വാതന്ത്ര്യം പൊക്കിപ്പിടിക്കലൊക്കെ. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. മറ്റൊന്ന്, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ നിക്കാബൊക്കെ നിരോധിച്ചതാ. നമ്മുടെ രാജ്യത്തും നിക്കാബ് നിരോധിക്കണം എന്നുള്ളത് വളരെ വലിയൊരു അത്യാവശ്യ. മറ്റുള്ള ആളുകളുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് ഈ നിക്കാബ് നിരോധിക്കുക തന്നെ ചെയ്യണം. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. നിക്കാബ് നിരോധിക്കുക തന്നെ ചെയ്യണം. ഇത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നിരോധിച്ചതാണ്. ഇതൊക്കെ പൊക്കിപ്പിടിച്ച് സ്വാതന്ത്ര്യം, ഡ്രസ്സ് ചോയ്സ് എന്നൊക്കെ പറയുന്ന ഒരുത്തരും
മുഖം മറച്ചല്ല വരുന്നതും. അതാണ് അതിനേക്കാൾ വലുത്. ഒരുപാട് പുരുഷന്മാരാണ് ഇതിനു വേണ്ടി നമ്മളവിടെ കൊടുത്ത എല്ലാ കമന്റുകളും കണ്ടില്ലേ, മുഖമൊക്കെ തുറന്നിച്ച്. അപ്പൊ ഇവരെ മുഖം കണ്ടാൽ ആർക്കും പ്രശ്നമല്ല. അതേപോലെ തന്നെയാണ് മുഖമൊന്നും കണ്ടാൽ ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് ഈ പൊത്തിപ്പിടിച്ച് നടക്കുന്നത്? അത് മറ്റുള്ള ആളുകൾക്ക് സുരക്ഷാ ഭീഷണിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.